ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റ് അല്ല കേട്ടോ, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് പിസ്സ ഉണ്ടാക്കി വെക്കാം. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാര, കുറച്ച് ഈസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിൽ, പിന്നെ കുറച്ച് പാൽപ്പൊടി. ഇത് നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഇടയ്ക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കുക. ഞാനൊരു 4 മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് അടച്ചു വെച്ചിട്ടോ. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്തിട്ട് 2 ഭാഗമാക്കി മാറ്റാം കേട്ടോ. അങ്ങനെ 2 ഭാഗമാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവുക കേട്ടോ. ബ്രഷ് ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ തടവാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിന് എടുത്തതിന് ശേഷം ഇതിൽ കാണുന്ന പോലെ പാനിലേക്ക് ഇതിങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് പരത്തി വെച്ച് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പിസ്സ സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ അടുത്തതായിട്ടിടാം കേട്ടോ. പിസ്സ സോസ് കുറച്ച് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചീസ് എടുത്തു. ചീസ് ഞാൻ സ്ലൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, മൊസറല്ല ചീസല്ല എടുത്തത്. എന്നിട്ട് കുറച്ച് ഒനിയനും ടൊമാറ്റോയും ക്യാപ്സിക്കവും പിന്നെ ചിക്കനും, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ചീസും കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 12-13 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഈ ഒരു ചാനലിൽ കുക്കിംഗ് വീഡിയോ ഇടണ്ടെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തായാലും വീഡിയോ എടുത്തതാണ്, അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്കും സപ്പോർട്ടും ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.